ഇന്നലെ വേദയ്ക്ക് പൊങ്കലായതുകൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ നെട്ടയത്ത് പോയായിരുന്നു. പോയപ്പോഴേക്കും അതേ നമുക്ക് അച്ഛൻ ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് വാങ്ങി തന്നത് എന്താണെന്ന് അറിയണ്ടേ, നല്ല കൊഞ്ചും നല്ല ഞണ്ടും കേട്ടോ. ഞണ്ട് വേദയുടെ ഫേവറേറ്റാണ്. അപ്പോൾ ഇന്ന് മീൻകാരൻ ചേട്ടനോട് എന്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞണ്ടും ഉണ്ട് കൊഞ്ചും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അച്ഛൻ പറഞ്ഞു അത് രണ്ടും ഓരോ കിലോ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കൊഞ്ചും ഞണ്ടും എല്ലാം മേടിച്ചു. കൊഞ്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഞണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ വേദയ്ക്ക് ഞണ്ട് കുറച്ചുകൂടി ഇഷ്ടമാണ്, കൊഞ്ചും വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രോൺസ് കണ്ടപ്പോൾ രാവിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിരിയാണി വെക്കണോ, വറുക്കണോ, വറുത്ത് ചോറും ചമ്മന്തിയും തോരനുമായിട്ടൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീമയ്ക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. എന്തോ എല്ലാവരും ഇന്ന് ബിരിയാണിയിൽ അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ ബിരിയാണി തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അച്ഛനും എന്തോന്ന് ബിരിയാണി വയ്ക്കാം, അമ്മ ബിരിയാണി വയ്ക്കാൻ ആദ്യം പറഞ്ഞു, പിന്നെ ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആകെ കൂടി ദേഷ്യം വന്നു കേട്ടോ. ബിരിയാണി വെക്കണോ ചോറ് വെക്കണോ, രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കിയാൽ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടെ. കൊഞ്ചത്ര വലുതായിരുന്നില്ല. ചെമ്മീൻ, നിങ്ങളുടെ നാട്ടിൽ ചെമ്മീനായിരിക്കും, നമ്മുടെ ട്രിവാൻഡ്രത്ത് കൊഞ്ചെന്ന് പറയും. അപ്പം അത്ര വലുതായിരുന്നില്ല, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ ക്രാബും ഞണ്ടും അത്ര വലുതായിരുന്നില്ല, അതിലൊരെണ്ണം നല്ല വലുതായിരുന്നു കേട്ടോ, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടോ? സമയം 10 മണി കഴിഞ്ഞു, ഇനി ബിരിയാണി വയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെക്കും, ചോറ് വയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ബിരിയാണി വയ്ക്കാം എന്നങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ അമ്മ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ചീമയ്ക്ക് ക്ലീൻ ചെയ്യാൻ അറിയാം, എങ്കിലും അതിൻ്റെ വെയിനൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കൊഞ്ചിൻ്റെ. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അത് എങ്ങനെയുണ്ട്, അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ എടുത്ത് കളയണം എന്നൊക്കെ പറയണം. അപ്പോൾ ബിരിയാണി വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ തലയെടുത്തിട്ട് തലയുടെ സ്റ്റോക്ക് വെച്ചിട്ടൊക്കെയാണ് ബിരിയാണി കുക്ക് ചെയ്യുന്നത്. റൈസ് എന്തോ കുക്ക് ചെയ്യുന്നത് അങ്ങനെ എന്തോ ആണ് കേട്ടോ സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തലയെടുക്കും. അപ്പോൾ അമ്മ പറയണത് നിങ്ങൾ ഉറപ്പിച്ച് ഏതെങ്കിലും പറഞ്ഞാലേ എനിക്കിതിൻ്റെ തല എടുക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബിരിയാണിയിൽ നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ക്രാബും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ചീമയ്ക്ക് അറിയത്തില്ല. അതും അമ്മ ഓരോന്നിങ്ങനെ പൊട്ടിച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ചീമ ചെയ്യുമെങ്കിലും വലിയ പിടുത്തമല്ല കേട്ടോ. ഇപ്പോൾ എക്സാം ആ ഒരു ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ചീമ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, ആർക്ക് വേണമെങ്കിലും എന്ത് ഹെൽപ്പ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. പക്ഷേ ചീമ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ചില വീടുകളിലൊന്നും ഈ ക്രാബും പ്രോൺസും ഒന്നും വാങ്ങാറില്ല. എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ഫാമിലീസ് അറിയാം, അതുകൊണ്ട് പറയുകയാണ്. മെയിൻലി അവർക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയും. പിന്നെ വാങ്ങി ഇങ്ങനത്തെ മീനായതുകൊണ്ട് വാങ്ങി ശീലമില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെ നെട്ടയത്ത് എപ്പോൾ ഇതുപോലെ കൊഞ്ചൊക്കെ നിറയെ വാങ്ങും. നമ്മുടെ ക്രാബും വലുതൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോഴും വാങ്ങും, തോരനൊക്കെ വയ്ക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സ്ക്വിഡ്, കണവ. പക്ഷേ എനിക്ക് കണവയോട് അത്ര താല്പര്യമില്ല. സ്ക്വിഡ് കഴിക്കില്ല എന്നല്ല, പക്ഷേ എങ്കിലും ഈ കൊഞ്ചിനോടും ഞണ്ടിനോടും ഉള്ള ഒരു പ്രിയം കണവയോടില്ല. അവിടെ കള്ളിക്കാട് വീട്ടിലും ഈ ക്രാബും പ്രോൺസും വാങ്ങി, ക്രാബ് വാങ്ങിക്കൽ ഭയങ്കര കുറവാണ്. അധികാർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് വാങ്ങത്തുമില്ല. പക്ഷെ കൊഞ്ച് വാങ്ങും. ഈ കണവ വാങ്ങും കേട്ടോ. അമ്മയ്ക്ക് കണവയൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ സ്ക്വിഡ് അതൊക്കെ വാങ്ങും. പക്ഷെ ഈ ഞണ്ട് വാങ്ങൽ കുറച്ച് കുറവാണ്. അച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടിട്ട് ഷർട്ടെല്ലാം പോയി പെട്ടെന്ന് ഇട്ടിട്ടൊക്കെ വരിക കേട്ടോ. അല്ലെങ്കിൽ ഷർട്ട് ഇടാതെയാണ് അച്ഛൻ നടക്കുന്നത്. അത് ഏട്ടനായാലും അതെ, വീട്ടിലാണെങ്കിൽ ഷർട്ട് ഇടാതെ അങ്ങനെ നടക്കും. അത് ചിലർക്കുള്ള ചില ശീലങ്ങളാണ് കേട്ടോ. അങ്ങനെ അത് പണ്ട് മുതലേ ശീലിച്ചത് കൊണ്ട് വീട്ടിലാണെങ്കിലും ഷർട്ട് ഇടത്തില്ല. കള്ളിക്കാട് അച്ഛനും അതെ, ഷർട്ട് ഇടാതാണ് നടക്കുന്നത്. അങ്ങനെ അമ്മ ഞണ്ടും കൊഞ്ചും ഒക്കെ വയ്ക്കുകയാണ്. എല്ലാവരും ഉള്ളതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമാണ്. എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് അമ്മ. എന്നിട്ട് ഞാനൊന്ന് കടയിൽ പോയപ്പോൾ മാർജിൻ ഫ്രീ പോയിട്ട് ചീമ പാനിപ്പൂരി ഉണ്ടാക്കി തരാൻ ചാറ്റ് മസാല ഇല്ല, അങ്ങനെ ചാറ്റ് മസാല വാങ്ങാനായിട്ട് പോയതാണ്. ചീമ മാർജിൻ ഫ്രീയിൽ കയറിയപ്പോൾ മുതൽ തുമ്മി നടക്കുക കേട്ടോ. ഭയങ്കര പൊടി എന്ന് പറഞ്ഞിട്ട് ചീമയ്ക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. ഒരു കുഞ്ഞു പൊടിയുടെ ഒരു ലക്ഷണം കണ്ടാൽ മതി, തുമ്മി നടക്കും. അപ്പോൾ മാർജിൻ ഫ്രീയിൽ എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ, ഷോപ്പിൽ എപ്പോഴും പൊടി ഉണ്ടാവുമല്ലോ. തുമ്മി അയ്യോ പൊടി എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുമ്മി നടക്കുകയാണേ. പിന്നെ നമ്മുടെ ബിരിയാണിയിലിടാൻ കാഷ്യൂസും റേസിൻസും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അങ്ങനെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാങ്ങി. ഈ മാർജിൻ ഫ്രീ ആദ്യം നെട്ടൻ ജംഗ്ഷനിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് ഇപ്പുറത്തോട്ടേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഇപ്പോഴും നെട്ടൻ ജംഗ്ഷൻ തന്നെയായിരുന്നു, ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ അധികം വന്നില്ല, ഞാനിപ്പോഴാണ് വരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നും ഒരു പിടിയില്ല കേട്ടോ. അങ്ങനെ ചേച്ചിയോട് ചോദിച്ച് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തു.
വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എടുക്കാൻ. സത്യം പറഞ്ഞാൽ അമ്മ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ ബിരിയാണി വെക്കത്തുള്ളൂ. അപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കെങ്ങും പോയി വാങ്ങാൻ പറ്റത്തില്ല. എന്തായാലും നെട്ടം വരെ പോകുന്നതിന് ഞാൻ കാറും എടുത്തിട്ട് പോകത്തില്ല. സ്കൂട്ടറിൽ എനിക്ക് വെയിലത്ത് പോകാൻ വയ്യ, ചീമയ്ക്കും വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ടാണ് ബിരിയാണി വെക്കൽ ക്യാൻസൽ ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ കൊഞ്ച് കണ്ടപ്പോൾ ബിരിയാണി വെക്കാൻ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ബിരിയാണി വെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയില പുതിനയില ഉണ്ടായിരുന്നില്ല, ഇത് രണ്ടും കൂടി വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തിരിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ചീമ വേദ കണക്ക് ഓരോരോ സാധനങ്ങൾ നുള്ളിപ്പറക്കി എടുത്തോണ്ടിരിക്കുക കേട്ടോ. തിരിഞ്ഞിട്ട് വന്നപ്പോഴേക്കും പോപ്പിൻസും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം ബില്ല് ചെയ്ത് വാങ്ങിയ ശേഷം വെജിറ്റബിൾ ഷോപ്പിൽ പോയി പച്ചക്കറി കടയിൽ പോയിട്ട് മല്ലിയിലയും പുതിനയിലയും വാങ്ങി. പിന്നെ ഞാനൊരു പച്ചക്കറി കിറ്റ് വാങ്ങി. നമുക്കിവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെ സാമ്പാർ അവിയൽ കിറ്റ് ചോദിച്ചാൽ 50 രൂപ 100 രൂപ 60 രൂപ എന്നൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? ട്രിവാൻഡ്രത്ത് അങ്ങനെയുണ്ട്. നിറയെ ഇങ്ങനെ പച്ചക്കറി കിറ്റ് ഇങ്ങനെ സൈഡിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേക്കെ ഇരിക്കും. അതിലെല്ലാം ഉണ്ടാവും, എല്ലാ പച്ചക്കറികളും ഉണ്ടാവും. ഒരു തോരനും ഒരു കുഞ്ഞ് അവിയലിനും കുഞ്ഞ് സാമ്പാറിനൊക്കെ ഉള്ള എല്ലാ പച്ചക്കറികളും ഉണ്ടാവും. അവിടെ നിന്ന് അതെല്ലാം വാങ്ങിയിട്ട് കണ്ണൂസി കയറി ചീമ എന്തോ ഐസ്ക്രീമോ സ്പ്രൈറ്റോ സെവനപ്പോ എന്തൊക്കെയോ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ഉടനെ പോപ്പിൻസിനെ പറക്കി വായിക്കാത്തിടുകയാണ്. വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ക്ലീനിങ് എല്ലാം കഴിഞ്ഞത് ഇവിടെ നിൽക്കുകയാണ്. അടുത്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് എന്തോ ചോദിച്ചു, സാലഡിനൊരു സവോള അരിഞ്ഞ് തരൂ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ക്യാമറ മുഖത്തേക്ക് വന്നപ്പോൾ ചിരിച്ച് കാണിക്കുക കേട്ടോ. ഞാൻ അതിന് മുന്നേ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വേദയ്ക്ക് നാളെ മുതൽ എക്സാമാണ്. തേഴ്സ്ഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പീരിയോഡിക് അസസ്മെൻ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ബുക്സ് എല്ലാം കൊണ്ടുവന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അടിയും വിളിയും ബഹളവും നിലവിളിയൊക്കെ നടക്കും. അതുകൊണ്ട് ചീമ തന്നെയാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കാനൊന്നുമില്ല, അവൾ പഠിച്ചിട്ട് വരും, അതൊന്ന് ക്ലിയർ ചെയ്യുക അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ പ്രോൺസിൻ്റെ സ്റ്റോക്ക് എടുക്കുകയാണ്. അതിൻ്റെ തല അങ്ങനെ തിളപ്പിച്ച വെള്ളത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ അരി വേവിക്കുന്നത്, അങ്ങനെ എന്തോ ആണ്. എനിക്ക് അത്രയൊക്കെ അറിയത്തില്ല. ഞാൻ പ്രോൺസ് ബിരിയാണി വയ്ക്കാൻ അത്ര മിടിക്കുകയല്ല, എങ്കിലും വയ്ക്കും. പക്ഷേ അമ്മയാണ് കുറച്ചുകൂടെ പ്രോൺസ് ബിരിയാണി വയ്ക്കാൻ നല്ലത്. ഒരു ദിവസം അമ്മയുടെ റെസിപ്പി ഇടാം നമുക്ക്. അപ്പോൾ റൈസ് അമ്മ വേവിച്ച് കഴിഞ്ഞു. പ്രോൺസ് ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത ശേഷം ഒരു മസാലയൊക്കെ ഇട്ടിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ക്രാബിനെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച കേട്ടോ. ഇനി വേറൊരു ദിവസം കറി എന്തെങ്കിലും വയ്ക്കാം. എനിക്കാണെങ്കിൽ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞണ്ട് തോരൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വേദയ്ക്ക് കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വേദ ഒരു ബഹളം. പിന്നെ വേദ കരുതിയല്ലേ വാങ്ങിയത്, അതുകൊണ്ട് വേദയുടെ ഇഷ്ടത്തിന് വേറൊരു ദിവസം ഇനി നമ്മൾ നിൽക്കുന്ന ദിവസം ഞണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞ് അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊഞ്ചിനെ വയ്ക്കുകയാണ് ബിരിയാണി. എന്നിട്ട് കാഷ്നട്ട് വറുത്തിട്ട് റൈസിലിട്ട ശേഷം അമ്മ ഓരോരുത്തർക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആദ്യം അമ്മ തന്നപ്പോൾ ഞാൻ പറഞ്ഞു വറുത്ത കാഷ്നട്ടാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞിട്ട് അമ്മ വറുത്തപ്പോൾ അതിൽ നിന്ന് പങ്കുവെച്ച് തരാണ്. ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം കൈയിട്ട് വാരി, അതമ്മ കണ്ടില്ല. ഒരു പ്രാവശ്യം കൈയിട്ട് വാരിയപ്പോൾ കണ്ടു, എന്നെ ഓടിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് ദേ വീണ്ടും കൊണ്ട് തരികയാണ്. അത് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നമ്മുടെ സാധാ കാഷ്നട്ട് പോലെയല്ല, അത് കഴിക്കുമ്പോൾ ഒരു വറുത്ത് കോരിയതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയാം. പ്രോൺസും റൈസും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് അമ്മ മറന്നുപോയി. അതിനെ അല്ലാതെ മിക്സ് ചെയ്യാണ്. മല്ലിയില പുതിനയില എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. വലിയ റൈസിലാട്ടോ കുക്ക് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. നമുക്ക് അടുത്തൊരു ദിവസം അമ്മയെ കൊണ്ട് നല്ല രീതിയിൽ പ്രോൺസ് ബിരിയാണി വയ്പ്പിക്കാം. സാധാരണഗതിയിൽ അമ്മ കുറച്ചുകൂടെ വലിയ പാത്രത്തിലാണ് ബിരിയാണിയൊക്കെ വയ്ക്കുന്നത്. ഇന്ന് ഞാനാട്ടോ അരി വെള്ളത്തിലിട്ടത്. അമ്മ പ്രോൺസ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാനാണ് അരി ഇട്ടത്. അപ്പോൾ കുറച്ച് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത്ര കുറച്ച് അരി. അമ്മയാണ് ഇടുന്നതെങ്കിൽ 2 ദിവസം നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അമ്മ ഇന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 1:30 മണിയായി. അല്ലെങ്കിൽ 11:30-12 മണിയാകുമ്പോൾ അമ്മയുടെ കുക്കിംഗ് എല്ലാം കഴിയും. 11 മണിക്കൊക്കെ സാധാരണഗതിയിൽ നെട്ടയത്താണെങ്കിൽ ഞാൻ ആഹാരം കഴിക്കാറാണ് പതിവ്. ഇന്ന് നമ്മൾ കൺഫ്യൂഷനിൽ നിന്നുകൊണ്ട് അമ്മ റൈസൊക്കെ വെക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് 1:30 മണിയായി. അങ്ങനെ ചോറെല്ലാം കോരുകയാണ്. ബിരിയാണി റൈസ് സാലഡും ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലാന്ന് തോന്നുന്നു. വെള്ളരിക്കയും ക്യാരറ്റും സവോളയൊക്കെ ഇട്ടൊരു കുഞ്ഞ് സാലഡൊക്കെ ഉണ്ടാക്കി. ബിരിയാണി സൂപ്പറായിരുന്നു. അത് ഇനിയിപ്പോൾ ഏത് ബിരിയാണി ആണെങ്കിലും ഞാൻ കഴിക്കും. പക്ഷേ ഇന്നത്തെ അമ്മയുടെ ബിരിയാണി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ അല്ലെങ്കിലും പ്രോൺസ് ബിരിയാണി വെക്കാൻ മിടുക്കിയാണ്. ഇന്നത്തെ ബിരിയാണിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ നാളായി അമ്മ പ്രോൺസ് ബിരിയാണി വെച്ചിട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം കുറേ നാളിന് ശേഷമാണ് ഇന്ന് അമ്മ ഉണ്ടാക്കിയ പ്രോൺസ് ബിരിയാണി കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ആണോന്ന് അറിയത്തില്ല. എനിക്ക് ഈ പ്രോൺസ് ഒന്നും ഇതിൽ കിടക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് വലിയ താല്പര്യമില്ല. പ്രോൺസ് ഫ്രൈ ചെയ്താലാണ് ഇഷ്ടമല്ല, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുറേ കഴിച്ചു കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു മിക്സഡ് സീ ഫുഡ് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു. അതായത് പ്രോൺസും ക്രാബും കൂടെ രണ്ടും കൂടി ഇട്ടുണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനൊരേ നിർബന്ധം, മര്യാദയ്ക്ക് വച്ചാൽ മതി, ഉള്ള പരീക്ഷണങ്ങളെല്ലാം ചെയ്ത് മനുഷ്യന് തിന്നാൻ പറ്റാത്ത രീതിയിലാക്കും. അതുകൊണ്ട് മര്യാദയ്ക്കുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി അച്ഛൻ കൊള്ളില്ല ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ പിന്നെ അച്ഛൻ കഴിക്കത്തില്ല കേട്ടോ.
അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തില്ല. പ്രോൺസ് മാത്രം ഇട്ട് പ്രോൺസ് ബിരിയാണി വെച്ചു, അല്ലെങ്കിൽ സീ ഫുഡ് ബിരിയാണി വെക്കാമെന്നായിരുന്നു കരുതിയത്. എന്തായാലും ബിരിയാണി സൂപ്പറായിരുന്നു. വേറൊരു ദിവസം ഞാനിതിൻ്റെ റെസിപ്പി ഇടാവേ. എന്നിട്ട് ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വൈകിട്ട് വെള്ളനാട് വരെ പോവുകയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചീമയുണ്ട്, ഞാനുണ്ട്, വേദയുണ്ട്, എല്ലാവരും ഉണ്ട്. അച്ഛൻ ഇന്ന് ബാക്കിലാണ് ഇരിക്കുന്നത്, ചീമ ഫ്രണ്ടിലും. അച്ഛനെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന വഴിക്കാണ് അച്ഛനെ വഴിയിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ്. അപ്പോൾ ചീമയായിരുന്നു ഫ്രണ്ടിലിരുന്നത്. അപ്പോൾ അച്ഛനെ പിടിച്ച് ബാക്കിലിരുത്തി. അതുകൊണ്ട് സംഭവിച്ചതാണ്. ചീമയാണ് വീഡിയോ എടുക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. വെള്ളനാടാണ് പോകുന്നത്. വെള്ളനാട് പോകുന്നത് നമ്മുടെ റബ്ബർ പാല്, നമ്മളിപ്പോൾ ഷീറ്റ് അടിക്കുന്നില്ല, പാലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾക്ക് ഒരാൾ വെട്ടുന്നുണ്ട്. വെട്ടി പുള്ളിക്ക് 50-50, നമുക്ക് പകുതി പുള്ളിക്ക് പകുതി, ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ റബ്ബറിൻ്റെ പാലെടുക്കുന്നത്. അപ്പോൾ ഷീറ്റ് അടിക്കുന്നില്ല, ഈ പച്ചപ്പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തു, അതിൻ്റെ ക്യാഷ് വാങ്ങാൻ പോകുന്നതാണ്. നമ്മുടെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ പൈസ വാങ്ങാൻ പോവുകയാണ്. അതിൽ നിന്ന് കിട്ടിയ റബ്ബർ പാലിൻ്റെ വരുമാനം എടുക്കാൻ പോവുകയാണ് നമ്മൾ. അത് വെള്ളനാടാണ് റബ്ബർ പാലായിട്ട് പച്ചപ്പാല് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ക്യാഷ് വാങ്ങാൻ പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഷീറ്റായിട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 4000, അറൗണ്ട് 4000 റുപ്പീസ് പെർ ഡേ കിട്ടുന്ന ഒരു എസ്റ്റേറ്റാണ് നമ്മുടെ എസ്റ്റേറ്റ് കേട്ടോ. പെർ ഡേ 4000, 3500, 4000 അടുപ്പിച്ച് നമ്മുടെ ആ ഒരു സ്ഥലത്തു നിന്ന് കിട്ടും എന്നാണ് അച്ഛൻ പറയുന്നത്. 3000, കുറഞ്ഞത് 3000 കിട്ടും. പിന്നെ നല്ല പാൽ, ഇപ്പോഴാണെങ്കിൽ നല്ല പാലുണ്ടെന്ന്. അങ്ങനെ അച്ഛന് ഭയങ്കര വിഷമം. നമ്മളതുകൊണ്ടാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ വാങ്ങി ഷീറ്റായിട്ട് അടിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലാഭമാണ്. ഈ പച്ച പാൽ കൊടുക്കുമ്പോൾ അത്രയ്ക്കുള്ള കാശേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ പഴയതൊരെണ്ണം വാങ്ങാം എന്ന് കരുതുന്നത്. അപ്പോൾ അത്രയ്ക്ക് വേണ്ടി പാല് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഞാനൊന്നും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൈസ വാങ്ങാൻ പോവുകയാണ്. ഫ്രണ്ടേ പോകുന്ന ചേട്ടനാണ് നമുക്ക് റബ്ബർ വെട്ടുന്ന ചേട്ടനാണ് പോകുന്നത്. നമുക്ക് ഇവിടുത്തെ കട അറിയില്ല, പാലെടുത്ത കട അറിയത്തില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 15 ദിവസത്തെ എന്തോ പാലാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയൊരു എമൗണ്ട് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പം ഞാൻ അച്ഛനോട് പറയാമായിരുന്നു, ഒരു റബ്ബർ ഷീറ്റ് വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ ടാപ്പിംഗ് ആറൊന്നും ഇപ്പോൾ അധികം ഇല്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ടാപ്പിംഗ് ആറൊന്നും കിട്ടത്തില്ല, ഷീറ്റ് നമ്മൾ മെഷീൻ വാങ്ങി വെച്ചാൽ. ഈ പുള്ളി 50-50 എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ഓക്കെ പുള്ളി നിൽക്കുന്നത്. പക്ഷേ വെട്ടിയിട്ട് ഷീറ്റ് അടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി കേൾക്കണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ടാപ്പിംഗ് ആൾ വേണം, മെഷീൻ വേണം. അങ്ങനെയൊക്കെ അച്ഛനിങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ഈ 15 ദിവസത്തെ റബ്ബർ പാലിൻ്റെ എമൗണ്ട് കേട്ട് ഞെട്ടി. അത് ഞാൻ എത്രയാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും പഴയ റബ്ബർ ഷീറ്റ് മെഷീനോ അടിക്കുന്ന മെഷീനോ ടാപ്പിംഗ് ആറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ വീണ്ടും പറയാണ്, കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം അച്ഛൻ്റെ നമ്പർ. ടാപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആർക്കെങ്കിലും ഓക്കെ ആണെങ്കിൽ ഒന്ന് അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അച്ഛൻ ജ്യൂസ് വാങ്ങി തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അച്ഛൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ആ വാക്കിൻ്റെ പേരിൽ തിരിച്ച് വന്നപ്പോൾ കാച്ചാണി എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനുണ്ട്, നെട്ടയം കഴിഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ വന്ന് ഒരു ബേക്കറിയിൽ കയറി കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും നല്ലൊരു ജ്യൂസ് സെൻറ്റർ കണ്ടില്ല. ഇവിടെ ഒരു ജ്യൂസ് കട കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ചാടി കയറി ആ ബേക്കറിയിൽ. പണ്ട് ഇവിടെ വരുമായിരുന്നു, ഇതുവഴിയൊക്കെ കാച്ചാണിയിലൊക്കെ പോകുമ്പോൾ ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു. ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ സുപ്രീമിൽ കിട്ടുന്ന ബട്ടർ ബണ്ണ് വരെ ഇവിടെ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഒരു ബട്ടർ ബണ്ണ് ഞങ്ങൾ പറഞ്ഞു, അതെല്ലാം പാഴ്സലാട്ടോ പറഞ്ഞത്. ഗുലാബ് ജാമുൻ, എല്ലാ സാധനവും, ക്രീം ബണ്ണുണ്ട്, ഡോനറ്റ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ, ഇത്രയും വലിയൊരു ബേക്കറി നമ്മുടെ കാച്ചാണിയിലുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവിടെ ഉണ്ട്, ഈ കട ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷെ ഇത്രയേറെ സാധനങ്ങൾ സുപ്രീമിൽ കിട്ടുന്ന സാധനം പോലും ഇവിടെ കിട്ടും എന്നുള്ളത് അറിഞ്ഞില്ല. അങ്ങനെ സുപ്രീമിൽ നിന്ന് കിട്ടുന്ന ഒരു ബട്ടർ ബണ്ണ്, ഒരു കിണ്ണത്തപ്പം, ഒരു പഴംപൊരി. അവിടെ നല്ല പഴംപൊരി, എനിക്ക് കുറച്ച് ദിവസമായിട്ട് പഴംപൊരി ചൂടോടെ കഴിക്കാനായിട്ട് കൊതി. പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി, കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പഴംപൊരി എല്ലാം വാങ്ങി ഒരു ജ്യൂസും കുടിച്ചു. ഞാൻ പൈനാപ്പിൾ, അച്ഛൻ ഗ്രേപ്സ്, ചീമ ഷാജ ഷേക്ക്, വേദ ചോക്ലേറ്റ് ഷേക്ക്, അമ്മ ഗ്രേപ്പ് ജ്യൂസ്. അമ്മ വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് കാറിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വീഡിയോ എൻ്റെ ഞാൻ പോകുന്നതുകൊണ്ട് പെട്ടെന്നൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ബട്ടർ ബണ്ണ് സുപ്രീമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല, കുറച്ചൊന്ന് ഹാർഡായിരുന്നു. അത് ഇന്നലത്തെ തെങ്ങാനും ആയിരിക്കാം, പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഇവിടെയും ഇത് കിട്ടുമല്ലോ. കിണ്ണത്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല, അതിൻ്റെ മുകളിൽ പഴമൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനെ കുറ്റി വെച്ച് ജ്യൂസും കുടിച്ചു. പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചു. ഒരു പഴംപൊരി വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന കരുതിയാണ് വാങ്ങിയത്. ആരും കഴിച്ചില്ല, ഞാൻ മാത്രം കഴിച്ചു. ചൂടില്ലാത്തത് കൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ചൂടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ.
അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ നമ്പർ കൊടുത്തേക്കാം. ടാപ്പിങ്ങിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അച്ഛനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ? ഷാർജ ഷേക്കൊക്കെ പഴയ നമ്മൾ പണ്ട് ഷേക്ക് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. വേറെ ചോക്ലേറ്റ് ഷേക്കാണ് വാങ്ങിയത്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ബാക്കി ജ്യൂസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛനെ കുറ്റിവെച്ച സന്തോഷത്തിൽ ഞാനും ചീമയും വേദയും, അച്ഛൻ്റെ കാശ് പോയ വിഷമത്തിൽ അച്ഛനും. ചുമ്മാട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്തായാലും ടാറ്റാ ബൈ.